ഇന്നിപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ ടിക്ടോക്കിൻ്റെ മെസ്സഞ്ചറിലും ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചറിലൊക്കെ എല്ലാവരും ഓരോ ന്യൂസ് അയച്ചു തന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് കുവൈത്തിൽ നിന്ന് റേഷൻ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുവൈത്തിൻ്റെ നിയമമാണ്. ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്ന, അതായത് സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന റേഷൻ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു നിയമം കുവൈത്തിൽ പണ്ടേ ഉള്ളതാണ്. പിന്നെ വലിയൊരു കർശനം ഉണ്ടായിരുന്നില്ല ആദ്യ കാലത്തൊക്കെ. ഇപ്പോൾ അത് കർശനമാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഞങ്ങൾ 5 കൊണ്ടുപോയിട്ട് ഞങ്ങൾ 6 കൊണ്ടുപോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് കുവൈത്തിൻ്റെ നിയമമാണ്. ചില സമയത്ത് അത് പിടിക്കപ്പെടും. ഇവിടെ നിരോധിച്ചിട്ടുള്ളതാണ്, ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കുവൈത്തിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ വണ്ടിയിൽ റേഷൻ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് പോകുമ്പോൾ പോലീസ് പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കപ്പെട്ടെങ്കിൽ അതും കൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെ 20-ാം നമ്പർ വിസക്കാർക്ക് അതിന് വലിയൊരു പ്രശ്നം വരുന്നില്ല. അവർക്ക് പറയാം ഇത് റേഷൻ നിന്ന് മേടിച്ചിട്ട് പോകുന്നതാണ്, ബാബ പറഞ്ഞതാണ്, മാമ പറഞ്ഞതാണെന്ന് പറയാം. 18-ാം നമ്പർ വിസക്കാരും അല്ലെങ്കിൽ മറ്റുള്ള വിസക്കാരൊക്കെ റേഷൻ ഉൽപ്പന്നങ്ങൾ കുറേയൊക്കെ വണ്ടിയിൽ വെച്ച് പോകുന്ന കണ്ടെങ്കിൽ പരിശോധനയിൽ അത് കണ്ടു കഴിഞ്ഞെങ്കിൽ പിടിക്കപ്പെടും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സത്യം പറഞ്ഞാൽ കുവൈത്തിൻ്റെ നിയമപ്രകാരം ഇവിടുന്ന് റേഷൻ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല.